പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്റ്റേ. ഫേസ് ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ടാണ് കടിച്ചത്. ഫേസ് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും കാട്ടുപോത്തുമല്ല, കാട്ടിയുമല്ല, കാട്ടുപശുവാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്റ്റേ, അതിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. പെരുവാരി ഐലൻഡ് നെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങളിന്ന് 5 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ മാക്സിമം സ്റ്റേ ചെയ്യാൻ പറ്റുന്നതും 5 പേർക്കാണ്. കുറച്ച് കാലമായിട്ട് റെനോവേഷൻ്റെ ഭാഗമായിട്ടത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മാർച്ചിലാണ് റീഓപ്പൺ ചെയ്തത്. ഈ കാണുന്ന റിസർവോയർ കടന്നു വേണം നമ്മൾ നേരത്തെ പറഞ്ഞ ഐലൻഡിലേക്ക് പോകാനായിട്ട്. ആ കിടക്കുന്ന മുളച്ചങ്ങാടത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ ഇന്ന് 2 ഗൈഡുമാരും ഉണ്ട്. ആ ഐലൻഡിൽ ആകെ നമ്മളിന്ന് താമസിക്കാൻ പോകുന്നൊരു ട്രീ ഹട്ടും പിന്നെ ഗൈഡുമാർക്ക് താമസിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനുമായിട്ടുള്ള ഒരു ബിൽഡിങ്ങും മാത്രമേ ഉള്ളൂ. വേറെ ആൾതാമസമോ ബിൽഡിങ്ങുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാടിൻ്റെ നടുക്ക് പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റേ ഓപ്ഷനാണ് ഈ പെരുവാരി ഐലൻഡ്. പിന്നെ മൊബൈൽ ഫോണിനൊന്നും നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനം ഉണ്ടാവും. അവിടെ കിച്ചൺ ഉണ്ടെങ്കിലും ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും നമ്മളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകണം. സാധനങ്ങളെന്ന് പറയുമ്പോൾ ഉപ്പ് തൊട്ട് കടുക് വരെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകണം. അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും അവർ ഉണ്ടാക്കി തരും. ഈ സ്റ്റേയുടെ കൂടെ നമുക്കൊരു ഫോറസ്റ്റ് സഫാരിയും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ സഫാരിക്ക് പോയിട്ടാണ് വന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് സഫാരി. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ നമുക്ക് പറമ്പിക്കുളം ടൗണിൽ നിന്ന് തന്നെ വാങ്ങിക്കാനും പറ്റും. ആ കാണുന്നതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഐലൻഡ്. അല്ല കേറിയപ്പം കളകിയിരുന്നില്ല. ഇത് പെട്ടെന്ന് തോണിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് മുളച്ചങ്ങാടത്തിൽ കയറിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഒരുമാതിരി ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ട പോലെ എല്ലാവരും കൂടെ അടിയാണ് തുഴയാനായിട്ട്. നല്ലൊരു സൺസെറ്റ് ടൈമിലാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഫ്രെയിംസ് എല്ലാം വളരെ മനോഹരമായിരുന്നു. ഒരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും മനോഹരമായിട്ടുള്ള വ്യൂകളോട് കൂടി ഒരു ബാൽക്കണിയും, അതാണ് ഈ സ്റ്റേയിൽ വരുന്നത്. ഇത് ഈ ഐലൻഡിൻ്റെ ഭംഗി കാണുന്നതിന് വേണ്ടിയിട്ട് മുള കൊണ്ടുണ്ടാക്കിയൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഇപ്പോൾ അത് റെനോവേഷനിലാണ്. ഈ സ്ഥലം ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ സൺസെറ്റ് ടൈമിൽ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബേർഡിങ്ങിന് ഇറങ്ങിയതാണ്. മുതലേ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോരുതെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞെങ്കിലും ഞാൻ അത്രയ്ക്കങ്ങോട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വൈകുന്നേരം ചായയും കുടിച്ചുകൊണ്ട് ബാൽക്കണിയിലിരുന്ന് താഴേക്ക് നോക്കിയപ്പോൾ ദാ നടക്കണു.
ഒന്നൊന്നും അല്ല കേട്ടോ, നമ്മളിവിടെ ഇരുന്ന് കുറച്ച് സമയം നോക്കിയപ്പോൾ തന്നെ 2 എണ്ണത്തിനെ നമുക്ക് കണ്ടു. കൂടാതെ മൂപ്പര് റെസ്റ്റ് ചെയ്യാനായിട്ട് രാത്രി കയറി കിടക്കുന്നത് നമ്മുടെ ഈ സ്റ്റേയുടെ തൊട്ട് താഴെയാണ്. പറമ്പിക്കുളത്തെ ഏറ്റവും മനോഹരമായ സ്റ്റേ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? രാവിലെ ഏകദേശം 9 മണിയാവാറായി, എന്നിട്ട് ഇപ്പോഴും മഞ്ഞിൽ കുളിച്ച് കിടക്കുകയാണ് നമ്മുടെ ഐലൻഡ്. രാവിലെ ബേർഡ്സ് ആണെങ്കിലോ ഈവനിങ്ങിലേക്കാളും കൂടുതലാണ്. അങ്ങനെ ഒരു 10 മണിയായപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഒരു ട്രെക്കിങ്ങിന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പഗ്മാർക്ക് ട്രെയിൽ എടുക്കാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും നേരം വൈകിയതുകൊണ്ട് നമ്മളത് മാറ്റി പേർപാത്ത് ട്രെക്കിംഗ് തന്നെ ആക്കി. ഇന്ന് നമുക്ക് ട്രെക്കിങ്ങിൽ കിട്ടിയിരിക്കുന്ന ഗൈഡ് ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് മിക്കവർക്കും ചിലപ്പോൾ അദ്ദേഹത്തെ അറിയായിരിക്കും. പക്ഷേ പറമ്പിക്കുളത്ത് ഇത്ര തവണ വന്നിട്ടും ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നത്. 2 കരടികൾ ഒരുമിച്ച് ആക്രമിക്കാൻ വന്നിട്ടും അവരോട് മല്ലിട്ട് രക്ഷപ്പെട്ട ഫോറസ്റ്റ് ഗൈഡ് മഹാളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാട് നല്ല ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാകുന്നുണ്ട് ഈ കരിയിലയുടെ. അതുകൊണ്ട് തന്നെ വലിയ ആനിമൽ സൈറ്റിങ്സ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആനിമൽ സൈറ്റിങ്സ് ഒന്നും പ്രതീക്ഷിക്കാതെ തുടങ്ങിയൊരു ട്രെക്കിംഗ് ആയിരുന്നെങ്കിലും കാട്ടിൽ കയറി 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ആനയുടെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു കൊമ്പനും ഒരു പിടിയും ഉണ്ട്. ഇവരെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടാണ് കണ്ടത്. ഇവർ നമ്മുടെ സൗണ്ടൊക്കെ ശ്രദ്ധിച്ച് അനങ്ങാതെ നിൽക്കായിരുന്നു. ഒരു 30 മീറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്റ്റൻസിലാണ് നമ്മളിവരെ കണ്ടുപിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പുറകോട്ട് മാറിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് ഇവർ ഈ മരങ്ങൾക്കിടയിലായി പോയത്. മകളെ മാനോടുണ്ട് മോൻ. വെയിൽ കൂടിയതുകൊണ്ട് മാനുകളൊക്കെ വെള്ളവും കുടിച്ച് തണലത്തേക്ക് പോവാണ് റെസ്റ്റ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് മഹാളി ചേട്ടൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഈ കാട്ടിൽ നിന്നുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളും നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടിപ്സുകളും ഒക്കെ ഒന്ന് കേൾക്കാം. ഏറ്റവും പേടിപ്പെടുത്തത് ഒരു പ്രാവശ്യം ആന തുമ്പിയിട്ടടിച്ച്, അത് ഫീൽഡ് വാച്ചറായിരുന്നു. അതിനുശേഷം നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് 2000 മുമ്പിലായിരുന്നു. പിന്നെ അതിനുശേഷം 2000-ലാണ് നമ്മൾ പ്രഖ്യാപിച്ചത് മറ്റേ ടൂറിസമായിട്ട് പ്രഖ്യാപിച്ചത് 2000-ലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2013 കരടിയൊരു ആക്രമണം. അത് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ താമസമായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ കൂടെ നമ്മൾ പോന്നു, അവരും പോന്നു. വെള്ളം എടുക്കാനായിട്ട് നമ്മൾ പോയത്. നിങ്ങൾ നമ്മൾ റൂമിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ കേട്ടില്ല അവർ. ഇതുപോലെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എല്ലാവരും വന്നു. അപ്പോൾ ശരി നിങ്ങൾ പോര് പറഞ്ഞു. 2 പേര് ഫ്രണ്ടിലും നമ്മൾ സെൻറ്ററിലും 3 പേര് ബാക്കിലും വരുമ്പോൾ, ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് പൊന്തയാണല്ലോ. ഒരു 5 മണിക്ക് ശേഷമാണ് നമ്മൾ പോണത് വെള്ളം എടുക്കാൻ. അപ്പോൾ ആ സമയം പോകുമ്പോഴാണ് നമ്മൾ വന്നിട്ട് നിങ്ങൾ 2 പേര് ഫ്രണ്ടിൽ കുടം എടുത്തിട്ട് പോവുകയാണ്, നമ്മൾ ബാക്കിലും കുടമുണ്ട് കയ്യിൽ. അപ്പോൾ നമ്മൾ വരുമ്പോൾ പറയുകയാണത് ഇതുപോലെ സാധനം വരുന്നുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടില്ല.
പെട്ടെന്ന് എടുത്ത് ചാടിയപ്പോൾ രണ്ടുപേരും താഴെ വീഴ്ത്തി. നമ്മളാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മോപ്പിട്ട് ചാടി രണ്ടും. അത് പിന്നെ അവർ മാറ്റിങ് സമയമായിരുന്നു, അണചേർന്ന സമയമാണ്, ബേണിങ് സമയമല്ലേ, ഭയങ്കര ദേഷ്യം ഉണ്ടാവും. ഇത് ഫീമെയിൽ പിടിച്ച് മെയിൽ ഇവിടെ പിടിച്ച് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണത്തിൽ ഒന്ന് ഇത് ഷോൾഡർ പോയതാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഫീമെയിലിനെ പിടിച്ച് പൊക്കി വലിച്ചെറിഞ്ഞപ്പോൾ അതോടി മെയിലാണ് കൂടുതലും വന്നിട്ട് ആക്രമിച്ചത്. നമ്മളെങ്ങനെ ഫൈറ്റ് ചെയ്യണോ, കെട്ടിമറിഞ്ഞ് പിടിച്ച് ഫൈറ്റ് ചെയ്യണം, അതുപോലെ നമുക്ക് ഫൈറ്റ് ചെയ്യും. ആദ്യത്തെ കടിയാണ് ഈ കൈ കൊണ്ടാണ് കുത്തൽ. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് പോയി. ഈ കൈ കൊണ്ടാണ് ഇത് പൊട്ടി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ കൈ കൊണ്ടാണ് അതിന് ബലം പ്രയോഗിച്ചത്. ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ചവിട്ടും, ഇല്ലെങ്കിൽ കുത്തി വിടും. ഇങ്ങനെ ഇതാദ്യത്തെ രണ്ടാമത്തേത് പിടിച്ചിട്ട് എൻ്റെ പേസ് ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ടാണ് കടിച്ചത്. പേസ് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പരിപാടി. പിന്നെ അതിന് നമ്മൾ വിട്ടുകൊടുത്തില്ല, അത്രയും മൽപ്പിടുത്തമായിരുന്നു. കുറേ നേരങ്ങൾ ശ്രമിച്ചു നമ്മൾ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഏതായാലും രക്ഷപ്പെടാൻ വഴിയില്ല, എന്തായാലും നമ്മൾ മരിക്കാൻ പോകണം. തിരിഞ്ഞങ്ങോട്ട് നിന്നു, ശരിക്കും അതിൻ്റെ കഴുത്തിങ്ങോട്ട് വന്നിട്ട് പേസ് പിടിച്ചു, ഒരറ്റപ്പെടുത്തം പൊള്ളലേക്ക് ഇങ്ങനെ കഴുത്തില്ല ഇങ്ങനെ പിടിച്ച്. അതുകൊണ്ട് കുറേ പൊക്കി മുകളിലേക്ക് ഇട്ട് റൗണ്ട് ചുറ്റി. ആ ചുറ്റും തോറും നമുക്ക് ടയേർഡ്, അതിൻ്റെ സൗണ്ട് ആകുമ്പോൾ കുറഞ്ഞു വരികയാണ്. അത് മയങ്ങി രണ്ടുപേരും വീണു. അതിന് മുകളിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂർ കിടന്നിട്ടുണ്ടാവും. അതിന് ശേഷം എനിക്ക് ബോധം തെളിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഇതിന് മുകളിലാണ് കിടത്തം. പിന്നെ എന്നിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ കൈ കൊണ്ട് അവിടെ ഇവിടെ കിടന്ന് തോർത്തുമുണ്ടല്ലേ അതുണ്ടായിരുന്നു, അത് തപ്പിയെടുത്ത് കണ്ണൊക്കെ തുടച്ച്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ തുടച്ച് പിന്നെ വൃത്തിയാക്കിയിട്ട് നോക്കുമ്പോൾ തോർത്തുമുണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതെടുത്ത് ഈ പല്ലിൽ കടിച്ച് കീറിച്ചിട്ട് ഈ കാലും കൊണ്ട് കീറിച്ചിട്ട് പിന്നെ ഈ കൈയില്ലേ ഈ പേസ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കടിച്ചിട്ടാണ് നമ്മൾ ഈ ചുറ്റി ഇതിലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കെട്ടി ഇങ്ങനെ ചുറ്റി. പിന്നെ എന്നിട്ട് അങ്ങനെ തന്നെ മടഞ്ഞ് വിട്ട്. പിന്നെ പിള്ളേരുണ്ടായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർ റൂമിലാണ്. പിന്നെ ഒരുപാട് വെള്ളം എടുത്തിട്ട് അവർ കൊണ്ടുപോയി ആക്കി അവിടെ വെച്ചിട്ട്, പിന്നെ ഇവിടെ എല്ലാം ചുറ്റുപാട് നിൽക്കുകയല്ലേ, പേടിച്ചിട്ട് അവർ നിൽക്കുകയാണ് അപ്സെറ്റായിട്ട്. വിളിച്ചിട്ട് കേൾക്കണില്ല, പേടിച്ചു പോകും. പിന്നെ എന്നിട്ട് റൂമിൽ കയറി പിള്ളേരിനെ പോയിട്ട് അവരിനെ വിളിച്ച് വന്ന് റൂമിൽ വിട്ടിട്ട് കുറച്ച് ദൂരം അത്രയും ദൂരം പോകണം അവർ കോൾ കിട്ടുകയാണെങ്കിൽ. 1 പോയിൻ്റ് 2 പോയിൻ്റ് കിട്ടുള്ളൂ. അന്നെന്താ പെട്ടെന്ന് നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വൈകുന്നേരം സമയത്ത് തന്നെ. പിന്നെ എന്നിട്ട് ജീപ്പ് വരുത്തിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് റൂമിലാക്കിയിട്ട് എന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ മാക്സിമം ഒരു 10-12 മണി ഉണ്ടാവും രാത്രി. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാം മെസ്സേജ് അറിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞു. ഒക്കെ റോട്ടിൽ ഇങ്ങനെ ക്യൂ വരികയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ ആരും നോക്കണ്ട, അവർ ഒക്കെ പിരിഞ്ഞു പോകാൻ പറയും, ആരും നോക്കണ്ട പറഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാട്ടിക്കയറാനൊക്കെ പേടിയാവുകയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും നോക്കണ്ട, എൻ്റെ ഭാര്യ പോലും വരണ്ടെന്ന് പറയും. ആ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി സിസ്റ്ററിനൊക്കെ പിടിച്ചിങ്ങനെ നോർമൽ തന്നെ ഇങ്ങനെ പിടിച്ചൊക്കെ കൊടുത്ത് അവർ തുന്നി. ഇത് മാത്രം കുറച്ച് വിട്ടവർ, അത് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞാണ് നമ്മൾ, അവരെടുത്തില്ല, അങ്ങനെ തന്നെ തുന്നി വല്ല പച്ചക്ക് തന്നെ. ഇത് ഡോക്ടർ തന്നെ ഇത് തുന്നുമ്പോൾ തന്നെ ഇഞ്ചക്ഷൻ ഇട്ട് ഒന്നും മയങ്ങില്ല, നമ്മൾ നേരിട്ട് തന്നെ ചെയ്തോളൂ. ഇങ്ങനെ കുത്തിരുന്ന് കീർച്ച് ഒരു പീസ് എല്ലാം എടുത്ത് ഇങ്ങനെ, അങ്ങനെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ഞാൻ 5 ദിവസം ഹോസ്പിറ്റലായിരുന്നു, 5 ദിവസം വീട്ടിലായിരുന്നു. പിന്നെ എന്നിട്ട് പിറ്റേ മാസം എനിക്ക് വീട്ടിൽ നമ്മുടെ ബുദ്ധിമുട്ട് അറിയുമല്ലോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ വീട്ടിൽ പിള്ളേരിനൊക്കെ പഠിപ്പിക്കണം, പിന്നെ നമ്മൾ ജോലി എടുത്തല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 1 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ബോർ അടിച്ച്, പിന്നെ വീട്ടിൽ ബുദ്ധിമുട്ടുമായി, പിന്നെ വയ്യാത്ത കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു അനുസരിച്ചിട്ട് നമ്മൾ പിന്നെ പണിക്ക് പെട്ടെന്ന് കയറി. പിറ്റേ മാസം തന്നെ ജോയിൻ ചെയ്തു, 1-ാം തീയതി ആയിട്ട് ജോയിൻ ചെയ്ത്. അപ്പം തന്നെ ജോയിൻ ചെയ്തു. അവരൊക്കെ ഓടി അവിടെ ഇവിടെ നിന്നു. പിന്നെ വീണ്ടും തിരിച്ച് അവരെ കൊണ്ടുവന്ന് വരുത്തിച്ചിട്ടല്ല, നമുക്ക് ഇവിടെ ഡോർമെറ്റിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് എന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. അവർ അവിടെ നിൽക്കാൻ പറഞ്ഞാണ്, അവർ നിന്നില്ല പേടിച്ചിട്ട്.
അതേ ചെറുപ്പക്കാർ പിള്ളേർ ഇവരുടെ പോലെ തന്നെയാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. അറ്റാക്ക് ചെയ്ത വഴികൾ പറഞ്ഞാൽ അങ്ങനെയൊന്നും വഴികളൊന്നുമില്ല. നമ്മൾ സൗണ്ട് കൂട്ടണം, അല്ലെങ്കിൽ ഓടുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഇത്രയും പേര് വരികയാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാലും ഓടി വരും. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കും. ആ കുഞ്ഞുള്ള സമയം, പിന്നെ ബ്രീഡിങ് സമയം, അപ്പോഴാണ് ദേഷ്യം കൂടുതൽ അവർക്ക്. അപ്പോഴാണ് നമ്മളെ വന്ന് ആക്രമിക്കുന്നത്. അല്ലാതെ നോർമൽ സമയങ്ങളിൽ ഒറ്റയ്ക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നേരിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇല്ല കഴിക്കില്ല. നമ്മൾ ഇവിടെ ഈ പന്നിക്കരടി എന്നാ പറയുന്നത്. സ്ലോത്ത് ബിയർ. മറ്റേ വേറെ കരടിയാണ്, എന്തോ അതിൻ്റെ പേര് പറയും. പക്ഷെ അതാണ് മാക്സിമം ഫിഷൊക്കെ കഴിക്കുന്ന സാധനം. അത് ഹിമാലയത്തിലുള്ളത്, അങ്ങനത്തെ ഉള്ള അത് പോളാർ ബീറുകളൊക്കെയാണ് കഴിക്കുന്നത്. അതാണ്. കരടി, ആന, കടുവ ഇത്രയും അതൊന്നും പെട്ടെന്ന് ആക്രമിക്കില്ല. കടുവ പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡേറ്റ് ആകുന്നത് അതിന് വയ്യാത്ത സമയങ്ങൾ, ശരീരത്തിൽ എന്തെങ്കിലും മുറി തട്ടിക്കഴിഞ്ഞാലോ ഇല്ല പല്ലുകൾ തേഞ്ഞ് ഭക്ഷണം പിടിക്കാണ്ട് വയസ്സായി വരുന്ന ഇതുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പെട്ടെന്ന് കിട്ടുന്നത് നമ്മളാണ്. നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ, എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു കളയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ സിറ്റിയിലേക്ക് വരുന്നത്, നാട്ടിൻപുറത്തേക്ക്. അതിനാണ് നമ്മൾ പറയുന്നത് കാട്ടിൽ നിന്ന് വന്നിട്ട് കടുവ കയറി ആക്രമിച്ചു എന്നൊക്കെ പറയാൻ കാരണം. പക്ഷെ അവന് വിശപ്പ് വേണം, വിശപ്പടക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വരുന്നതാണ്, അല്ലാതെ വരില്ല. വയനാടൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. വയനാട് പറഞ്ഞു കഴിഞ്ഞാൽ വനം, അതിനുള്ള ഭക്ഷണം എടുക്കാനുള്ള സ്ഥലങ്ങളില്ല. നോർമൽ കടുവയൊക്കെ ഉണ്ട്, ചിലപ്പോൾ അവൻ തന്നെ പിടിക്കും. അവൻക്കുള്ള എടുക്കാനുള്ള സമയങ്ങളില്ലാത്തത് കൊണ്ടാണ് ആ ഭാഗങ്ങൾ ഓരോ സമയങ്ങൾ അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ വയനാട്ടിൽ അങ്ങനെ സംഭവിക്കുന്ന മാർഗവുമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇത്ര അടുപ്പിച്ച് വെച്ച് കണ്ടിട്ടുണ്ട് കടുവനൊക്കെ. പക്ഷെ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ അവനൊന്നുമില്ല, അടുത്ത് ചുമ്മാ അങ്ങോട്ട് ചാടിയാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ആ സമയം നല്ല വിഷപ്പുള്ള സമയമാണ്, പക്ഷെ ആക്രമിച്ചിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. അത് ഒരു സെക്കൻഡ് ഇങ്ങനെ ആക്രമിക്കാൻ അവൻ്റെ ശരീരം നമ്മുടെ കണ്ണിൽ പെടാൻ പാടില്ല. അത്ര നാണം കൊല്ലിക്കണം, അത്രയും. പിന്നെ ലെപ്പേഡ് ഉണ്ടല്ലോ, ലെപ്പേഡ് ഇവിടെ നിന്ന് നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിട്ട് അത് മാറിയിട്ട് ഇങ്ങനെ തിരിഞ്ഞും നമ്മുടെ പുറകിലേക്ക് വരും, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതങ്ങനെ പെട്ടെന്ന് പോകില്ല. അത് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പിടിക്കും. അങ്ങനത്തെ ഒരു മാർഗത്തിലാണ് ലെപ്പേഡ് നടക്കുന്നത്. കൂട്ടായാലും നമ്മൾ ഇത്ര പേര് നിന്നാലും അത് പുറകിലേക്ക് വരും. ആരെങ്കിലും ഒരാളിനെ പിടിക്കണം, അങ്ങ് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങൊരു പോവില്ല. പിന്നെ നമ്മൾ വണ്ടിയിലിരിക്കും നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ മാറി മാറി ആ പോയിക്കോളും. ഡേഞ്ചറാണ് കടുവ. മറ്റേ ലെപ്പേഡ്, കരടി, ചെന്നായ ഒറ്റക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കണം. അത് കാട്ടുപട്ടി. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ആക്രമിക്കില്ല, ആ ഗ്രൂപ്പാണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരാൾ പോവുകയാണെങ്കിൽ 5 പേര് ഗ്രൂപ്പാണെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കാനുള്ള മാർഗം അതിന് ഉറപ്പുണ്ട്. നമ്മുടെ ഓരോ ചെക്കനെ അങ്ങനെ ഓടിച്ചിട്ടുണ്ട്, മരത്തിൽ കയറിയിട്ടുണ്ട്, ഓടിച്ചിട്ട് പേടിച്ചിട്ട് പോയി തുടയിൽ നിന്ന് കയറി. മറ്റേ ആ മരത്തിൻ്റെ കമ്പാണ് കയറിയത്. മുള്ളു മരമല്ലേ, അതിലൊരു ചെറിയ ഇത്ര നാൾ മുള്ളുകളുണ്ടാവും. ആ മരം അതിലൊന്ന് 2 മുള്ളുള്ളൂ. പുള്ളി പിടിച്ച് ഇങ്ങനെ തപ്പി കയറുമ്പോഴേക്കും തുടയിൽ നിന്ന് ഇവിടെ നിന്ന് ഇവിടം വരെ കയറി. ആ മുള്ളു കയറിച്ചാണ്, മരത്തിൻ്റെ മുള്ളു കയറിച്ചാണ്. പിന്നെ പുള്ളി കയറി, പിന്നെ ചുറ്റും നിൽക്കുകയാണ് പട്ടി. കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ആ വഴിക്ക് ആൾക്കാർ പോയപ്പോൾ സൗണ്ട് കൂട്ടിയപ്പോൾ അത് ഓടി. അങ്ങനെ മുള്ളു താഴെ ഇറങ്ങി അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പുള്ളി മരിച്ചു പോയി കേട്ടോ. പുള്ളി മരിച്ചു പോയി. അറ്റാക്ക് പറഞ്ഞത് ഒറ്റ, അത് നമ്മൾ ബഹളം വെച്ച് എന്തെങ്കിലും അതിന് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എതിർപ്പായിട്ടിങ്ങനെ നമ്മൾ ഈ വഴിയാണെങ്കിൽ അവർ അവിടെ നിന്ന് വരികയല്ലേ കുക്ക് വഴിയല്ലേ,
ഇപ്പോൾ ഇങ്ങനത്തെ കുറുക്ക് വഴിയിൽ വരുമ്പോൾ നമ്മൾ എതിർ അറിയാതെ നമ്മൾ ഇങ്ങനെ മുട്ടുമ്പോഴാണ് അങ്ങനെ നമ്മൾ ഇപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ കണ്ടില്ല ആന നിന്ന്. പക്ഷെ ആ നിന്ന പൊസിഷൻ നമ്മുടെ ഭാഗത്തേക്കാണ്. നമ്മൾ ഇത്രയും പേര് ആ സൗണ്ട് അല്ലയുടെ സൗണ്ട് കേട്ടിട്ടാണ് അപ്പോൾ മിണ്ടാണ്ട് നിന്നത്. പിന്നെ ഈ ചവിട്ട് കേട്ടിട്ടാണ് മൂപ്പരിക്ക് എന്തോ തോന്നിയത് കൊണ്ടാണ് ഓടിയത് അങ്ങോട്ട്. അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ മൂപ്പിട്ട് വന്നിട്ടുണ്ടാകും, മുകളിൽ കയറിയിട്ടുണ്ടാകും. അതിൻ്റെ പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ഓടിക്കുന്നതും ഓടിക്കാത്തതും അറിയാൻ പറ്റും. അങ്ങനെയാണ് അവരുടെ പൊസിഷൻ. ശരിക്കും കാട്ടുപോത്തുമല്ല കാട്ടിയുമല്ല, കാട്ടുപശുവാണ്. നമ്മളതിനെ കാട്ടുപോത്ത്, കാട്ടുകാള, കാട്ടുമുരി, ബൈസൺ, ഇന്ത്യൻ ഗോർ എന്നൊക്കെ പറയുന്നത് വെറുതെ വാക്കുകൾ. ശരിക്കും നമ്മുടെ പശുവിടെ ഫാമിലിയിൽപ്പെട്ടതാണ്, കാട്ടുപശുവാണ്. അതിന് വൈറ്റ് സോക്സ് ഉണ്ട്. നമുക്ക് ബൈസൺ എന്ന് പറയുന്നത് അത് വേറെ, കാട്ടുപോത്ത് എന്ന് പറയുന്നത് വേറെ. അത് നമ്മൾ ഈ വാക്കുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് പശുവിൻ്റെ ഫാമിലിയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പശുവിൻ്റെ പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഷേപ്പുകൾ വേറെയാണ്, ഇത്ര വ്യത്യാസം. നമ്മുടെ പശുക്കളാണെങ്കിൽ നിറങ്ങളുണ്ടാവും, വൈറ്റ് ഉണ്ടാവും, റോസ്, പല കളറുകളൊക്കെയാണ്. ഇവർക്ക് ഒരേ കളർ തന്നെയാണ്. പിന്നെ കാലിൽ വൈറ്റാണ്, അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹെഡ് നോക്കിയാൽ തന്നെ നമുക്കറിയാം. അത് ആ കുഞ്ഞ് തൊട്ട് വളർന്നു വരുന്നവരെ നമുക്കതിൻ്റെ ഒരു പശുവിൻ്റെ പോലെ തന്നെ വരും. പിന്നെ വലുതാവും തോറും അതിൻ്റെ കൊമ്പ് വികസിച്ചിട്ട് ഇങ്ങനെ കൂടി വരും മാത്രമേ ഉള്ളൂ. പിന്നെ സാധാരണ ഇങ്ങനെ കൊമ്പൊക്കെ ഉണ്ടാവും, നമ്മുടെ പശുവിനെ പോലെ തന്നെയാണ്. അറ്റാക്ക് ചെയ്യും. മറ്റേ മെയിൽ അറ്റാക്ക് ചെയ്യും. മെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വഴിയിൽ ഇങ്ങനെ ഇടയിൽ പോകുന്ന അറിയില്ലല്ലോ, നമുക്ക് പന്തതിൻ്റെ അകത്ത് നിൽക്കുന്ന അറിയില്ലല്ലോ. നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ ചാർജ് ചെയ്യും. കടുവയ്ക്കൊക്കെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടില്ല. കാട്ടുപോത്ത് മറ്റേ ഇതല്ലേ, കാട്ടുപോത്തല്ലേ, പിടിക്കാൻ അവനക്കൊരു പൊസിഷൻ കിട്ടിയാലേ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടിച്ചാൽ ഒരറ്റടിക്ക് ഇടുപ്പ് പൊട്ടിയിട്ട് അങ്ങോട്ട് പോകും, കടുവയുടെ ഒക്കെ പോകും. പക്ഷെ ആ കടുവ പറഞ്ഞത് 250 കിലോ ആണ്, മാക്സിമം 300 കിലോ വരും. കാട്ടുപോത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 2000 കിലോ വരെ വെയിറ്റ് ഉണ്ട്. മെയിൽ, ഫീമെയിൽ 1500 കിലോത്തിൻ്റെ അടുത്ത് ഉണ്ട്. അത്ര വെയിറ്റ് ഉള്ളതാണ് 280 കിലോ ഉള്ള കടുവ ആക്രമിക്കുന്നത്. ചിലപ്പോൾ 2 ടണ്ണ് 3 ടണ്ണുള്ള ആനിന് തന്നെ ചിലപ്പോൾ 5 ടണ്ണുള്ളവർക്ക് അടിക്കാനുള്ള മാർഗമുണ്ട്. പിടിച്ചിട്ടുണ്ട്. അവനക്ക് പുറകിൽ പോയി കാലിൽ കയറി വിടും. ഇവിടില്ലേ ഈ ഞരമ്പില്ലേ, ഞരമ്പിൻ്റെ അവിടെ കൈ കൊണ്ടടിച്ച് മാന്തി അങ്ങനെയാണ് വിടുന്നത്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് പുറകിൽ തന്നെ നടക്കും. അപ്പോൾ ഇത് പിടിക്കാൻ കിട്ടാത്ത സമയങ്ങളിൽ ഈ തള്ളയുണ്ടല്ലോ, തള്ളയുടെ കാലിൽ കയറി വിടുമ്പോൾ അത് അങ്ങനെ പോയിട്ട് അത് പുറകിൽ തന്നെ ഫുഡ് എടുത്തുകൊണ്ടേയിരിക്കും. അത് എപ്പോൾ പോയി വീഴണോ അതിൻ്റെ പുറകിൽ തന്നെ മൂപ്പരും പോയിക്കൊണ്ടേയിരിക്കും. അത് തീറ്റ എടുക്കാത്ത സമയങ്ങൾ വന്നിട്ട് എവിടെയെങ്കിലും വീഴുന്ന സമയം പുറകിൽ പോയിട്ട് ഹോളാക്കി പോകും. പിന്നെ അത് പുഴുക്കൾ വെക്കണം. എന്തെങ്കിലും ഇതായതിന് ശേഷം ആ ബോഡി ഒരു സോഫ്റ്റ് ബ്രെഡ് പോലെ ആവണം, അതിന് ശേഷം ഫുഡ് എടുക്കുകയുള്ളൂ. ഈ ആന ചൂട് കൂടുമ്പോൾ കൂടുതലും എങ്ങോട്ടാണ് പോകണപ്പോൾ? അത് വെള്ളം തെരഞ്ഞിട്ട് പോകും. ഇവിടെ ഇപ്പോൾ കുറേ ആനകളുണ്ടല്ലോ. അതെ, ചൂട് കൂടി പിന്നെ അതിപ്പോൾ ഏകദേശം അവർക്ക് ഫുഡ് ഇപ്പോൾ ഇവിടെ ചൂടുള്ള കാരണം ഫുഡ് കിട്ടാനില്ല. അത് കുറച്ച് നല്ല എവർഗ്രീൻ കാടുകളുണ്ട്, ഉൾക്കാട് വനങ്ങളിൽ. ആ ഭാഗങ്ങളിൽ തണലും ഉണ്ടാകും, നല്ല കൂളിങ്, ഇതുപോലെ തണലുണ്ടാകും. അപ്പോൾ അവിടെ കിട്ടാനുള്ള ഭാഗങ്ങൾ അവർക്ക് വെള്ളങ്ങളുടെ ഉള്ള ഭാഗങ്ങളിൽ അങ്ങനെ പോകും. പിന്നെ പുഴയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡാം ഭാഗത്ത് പ്രശ്നമില്ല. ഡാം ഇല്ലെങ്കിൽ വലിയ ഇതുപോലെ അരുവികളുണ്ടാവും, മണൽത്തരമില്ലേ. അപ്പോൾ ആ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ മൂപ്പർക്ക് വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തുമ്പി ഇട്ടിട്ട് ഈ കിണർ നമ്മുടെ ഇതിടണല്ലേ, എന്താ കുഴലിട്ടിട്ട് നമ്മൾ അതിട്ടിട്ട് കംപ്രഷൻ ഇട്ടിട്ട് അടിക്കില്ലേ, അന്നമാതിരിയിട്ട് മൂപ്പരിങ്ങനെ തുമ്പിയിട്ട് ആട്ടി ആ വെള്ളമുള്ള സ്ഥലങ്ങൾ വലിച്ചെടുക്കും. അങ്ങനെയാണ്. പിന്നെ മൂപ്പർക്ക് വെള്ളം അതിൻ്റെ കാലിൽ തന്നെ അറിയാൻ പറ്റും. ആ ജലം എവിടെ ഓടുന്നു പറഞ്ഞാൽ മൂപ്പരിൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് വെള്ളം ഉണ്ട് പറഞ്ഞിട്ട് അറിയാൻ പറ്റും.
അതൊരു സെൻസിറ്റീവാണ് അതിൻ്റെ, ഭയങ്കര ഇതാണ്. അതേപോലെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇവർ ഗ്രൂപ്പ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരിനെ വിളിക്കുന്നത് ആ വൈബ്രേഷൻ ഫോണിൽ കൂടിയാണ്. അപ്പോൾ അവർ സിഗ്നലിൽ ഇങ്ങനെ വിളിക്കും, ചിഹ്നം വിളിക്കും. ആ ചിഹ്നത്തിൽ കൂടിയാണ് അവർ കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിൽ വർത്തമാനം പറയുന്നത്. അങ്ങനെ ഓരോ എല്ലാ ആനിമൽസും നമ്മളെങ്ങനെ ജീവിക്കണം അതുപോലെ തന്നെയാണ്. തീരെ ചൂട് പറ്റില്ല. പിന്നെ മണ്ണുണ്ടല്ലോ, മണ്ണ് കോരിയിടും മുകളിലേക്ക്. ഒരുപാട് ചൂടുണ്ടെങ്കിൽ മണ്ണ് കോരിയിട്ട് കഴിഞ്ഞാൽ ആ ചൂട് കുറയും, തണുപ്പ് കിട്ടും. പിന്നെ അതിന് വെള്ളം മാക്സിമം ഉണ്ടാവും, അതിൻ്റെ വായിൽ തന്നെ ഉണ്ടാവും വെള്ളം. അതിൻ്റെ വിയർപ്പ് ഒരു ശക്തി ഉണ്ട് ഉള്ളിൽ, അത് തുമ്പിയിട്ട് വലിച്ചിട്ട് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിടും. അപ്പോൾ അത് ഒട്ടി ഇങ്ങനെ പിടിക്കും, അപ്പോൾ ചൂട് കൊള്ളില്ല. ആ വയലുണ്ടാവും, എയർ പോലെ ഉണ്ടാവും. അത് മറ്റേ നമ്മൾ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു വരുന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് മൂപ്പർക്ക് അവർക്ക് ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു ജലം പോലെ ഒരു വെള്ളം, വിയർപ്പ് ഉള്ള വെള്ളം ഉണ്ടാവും. അതെടുത്ത് പുറത്തേക്ക് ഇടും വലിച്ചിട്ട്. എന്നാൽ ഒരുപാട് ചൂടാകും. അങ്ങനെ അത് അവരുടെ ഇതുണ്ട്. ആനയുടെ കാൽപ്പാട് കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റും, ആന മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ എത്ര പ്രായം അറിയാൻ പറ്റും. ചെറുത് തൊട്ട് വലുത് വരെ. വലിയ ആനയ്ക്ക് ചെറിയ ധാര ഉണ്ടാവും. ഇത്ര വലിയ ആനയാണെങ്കിൽ ഇത്ര വീതി ഉണ്ടാവുള്ളൂ. ചെറുതിന്, വലിയ ആനയ്ക്ക്. ചെറിയ ആനയ്ക്ക് ഇത്രയും വരും, വലിപ്പം കൂടും. പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ പത്മാർക്ക്, അതിൻ്റെ ഫുട് പ്രിൻ്റ് നമുക്ക് അറിയാൻ പറ്റും. അതിൽ മെയിലാണോ ഫീമെയിലെന്ന് തന്നെ അറിയാൻ പറ്റും. കടുവലിനെ അറിയാം. അതിൻ്റെ ഇതിൽ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺക്ലൂഷൻ നമ്മൾ തലയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇതിൽ തന്നെ, അവരുടെ ഇതിൽ തന്നെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളാണ്. ഓരോന്നിനും വ്യത്യാസങ്ങൾ. അത് ആ ഡോട്ട് ഉണ്ടല്ലോ, വ്യത്യാസങ്ങൾ, വരകളുണ്ടല്ലോ, ലൈൻ, ആ കോഡുകളിലാണ്. ആ ഓരോ വരകളും ഓരോ വ്യത്യാസങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരുപോലെയല്ല ഫേസുകൾ, 6 പേരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെയാണ് അങ്ങോരിക്കും കടുവയ്ക്കും. അപ്പോൾ അതിന് വരകൾ നമ്മുടെ ഓരോ ബോഡികളുടെ ഒരു വ്യത്യാസങ്ങളുണ്ട്. ഇല്ലെങ്കിൽ കൈകളിൽ, ഇല്ലെങ്കിൽ കാലിൽ, ഇല്ലെങ്കിൽ സൈഡിൽ, ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ചിലത് ഇങ്ങനെ കോഡുണ്ടാവും. ഇതിലാണ് നമ്മളിങ്ങനത്തെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് ശരിക്കും 2 സൈഡ് ബോർഡ് കിട്ടണം. അടി കിട്ടിയിട്ട് ഈ ഭാഗം കിട്ടിയിട്ട് കാര്യമില്ല, ഈ 2 ഭാഗം കിട്ടിയാലേ നമുക്ക് അതിൻ്റെ ഒരു എവിഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ക്യാമറ ട്രാപ്പിക്ക് നമ്മൾ ഫുട് പ്രിൻ്റ് നേരത്തെ പണ്ട് തൊട്ടെടുത്ത് കൊണ്ടിരുന്നു. അതിൽ നമുക്ക് ശരിക്കും എവിഡൻസ് കറക്റ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ക്യാമറ സെറ്റ് ചെയ്തു, ക്യാമറ ഉണ്ടാക്കി, ക്യാമറ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് എവിഡൻസ്. ഇപ്പോൾ ഒരു 35 എണ്ണത്തിൻ്റെ അടുത്താണ് നമ്മൾ പറയുന്നത്. പക്ഷേ 40ൻ്റെ അടുത്ത് ഉണ്ടാവും. ചിലപ്പോൾ കൂടാം, ഇല്ല കുറയാം. നമുക്ക് അത് അങ്ങനെയാണ് കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പറയാൻ പറ്റില്ല എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് നമുക്കിത് ശരിക്കും കുറച്ച് ഇത്ര ഉണ്ട് പറഞ്ഞിട്ട് വന്നത്. ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മൾ കാട്ടിൽ നടക്കുന്നതാണല്ലോ, കടുവ, ലെപ്പേഡ്, കരടി, ആന എല്ലാം. വർക്കിൽ നമുക്ക് 24 വർഷം. ആ കൊച്ചു തൊട്ട് തന്നെ നമ്മൾ കാട്ടുകിഴങ്ങ് ഇതൊക്കെ നമ്മൾ കുത്തി അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയൊക്കെ നടന്നാണല്ലോ. അങ്ങനെ ഒരു ജീവിതമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. തടിമരങ്ങൾ വെട്ടിമുറിയൊക്കെ ഉണ്ടായിരുന്നു. തോട് വയ്ക്കും, മരം വലിക്കും. അന്ന് ആനയൊക്കെ ഉണ്ടായിരുന്നു, വളർത്താനേ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അത് ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മളതിന് ആന ഇതായിട്ട് വെക്കാൻ പാടില്ല പറഞ്ഞിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അതും മാറ്റി കോടനാട് കൊടുത്തത് കുറേ. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ മാത്രമേ കുറച്ച് വെച്ചിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ ആനമല ടൈഗർ റിസർവ്. അത് ഇന്നാണ് ആനമല ടൈഗർ റിസർവ്. അന്ന് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ് തമിഴ്നാട്.
അന്ന് സെപ്പറേറ്റ് ഇന്നും സെപ്പറേറ്റ് തന്നെയാണ്. പക്ഷെ അന്ന് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിരുന്നു. ഇപ്പം ആനമല ടൈഗർസ്, അത് ടൈഗർസ് ആക്കിയതിൻ്റെ ശേഷമാണ് അതങ്ങനെ പേര് വന്നത്. ഈ കാട്ടിലേക്ക് കയറുന്നവർക്ക് എന്താ ഇപ്പോൾ നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് അങ്ങനെ കയറില്ലേ, അപ്പോൾ അതിനൊരു പ്രിക്കോഷൻസ് എന്തൊക്കെയുള്ളത് നമ്മൾ മുന്നേ ചെയ്യുന്ന മുൻകരുതൽ പറഞ്ഞാൽ നമ്മൾ ആ പൊസിഷൻ നമ്മൾ നേരത്തെ പോകുമ്പോൾ പറയും. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ അത്രയും നമ്മൾ ക്ലാസ് കൊടുത്തിട്ടാണ് ശരിക്കും കൊണ്ടുപോകേണ്ടത്. പിന്നെ വെള്ളങ്ങൾ, ഭക്ഷണം, മെയിനായിട്ട് ലോങ് ട്രക്കിംഗ് ഒക്കെ ആകുമ്പോൾ അത് നമ്മൾ പറ്റുള്ളൂ. അതിപ്പോൾ 12 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 8 കിലോമീറ്റർ ഒന്നും വേണ്ട, ആവശ്യമില്ല. 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഫുഡും കാര്യങ്ങളൊക്കെ വേണം, അല്ലാതെ നമ്മൾ ടയേർഡാകും. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ ടൈഗേഴ്സിൻ്റെ മുമ്പ്. പിന്നെ അതിൻ്റെ ശേഷം എല്ലാം നമ്മൾ കോർ ഏരിയ ബഫർ സോൺ എന്നും പറഞ്ഞിട്ട് തിരിച്ചിട്ടാണ് പിന്നെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ മിനിമമാണ് നമ്മൾ ഈ ബഫർ സോണിൽ നമ്മൾ ചെയ്യുന്നത് ടൂറിസം. നമ്മൾ ഒരു 80, 60, 70 കിലോമീറ്ററോ 100 കിലോമീറ്ററിൻ്റെ ചുറ്റുപാടുമാണ് നമ്മൾ മാക്സിമം ഈ ടൂറിസം ചെയ്യുന്നത്. അത് മിനിമം ടൂറിസം. അല്ലാതെ നമുക്ക് ഉള്ളിലാകുമ്പോൾ കോർ ഏരിയ ആണല്ലോ, ടൈഗർ ജീവിക്കുന്ന ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ആൾക്കാർ പോകണ്ട പറഞ്ഞിട്ട്. പക്ഷേ എല്ലാവരും നടക്കുന്നുണ്ട്, നമുക്ക് അത് പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്ത് തന്നെ അവർ വരുന്നുണ്ട്, കടുവയൊക്കെ. നമ്മൾ വരണ്ട പോകണ്ടെന്ന് പറയാനും പറ്റില്ലല്ലോ. പിന്നെന്താണ് അവരുടെ ഒരു ഭാഗം നമ്മൾ പോകരുത്, അത്ര. അത് ടൈഗറിനാണെങ്കിൽ ഹെവി ഇതുകൾക്ക് പിടിക്കും. മറ്റേ സ്പോട്ട് അടിയൊക്കെ ഉണ്ടല്ലോ, ഈ മറ്റേ പുള്ളിപ്പല്ലി പിടിക്കുന്നതാണ്. അതിന് പറ്റുന്ന ഫുഡ് മാത്രമേ എടുക്കുകയുള്ളൂ. കടുവയ്ക്ക് മാത്രം ഹെവിയായ ഫുഡ്. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലാതെ നമുക്കറിയില്ല. പക്ഷേ കടുവ എലി അടക്കം പിടിക്കും. അതാ പുല്ലും തിന്നും എന്ന് പറയുന്നില്ലേ, ആ വാക്കുണ്ടല്ലോ, എല്ലാം തിന്നും. പുല്ല് ചിലപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ പുല്ലും തിന്നും, അങ്ങനെയുണ്ട്. അത് വയറിന് സുഖമില്ലാണ്ടതാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് പുല്ലും തിന്നുന്നു. അത് സാധാരണ നടക്കുന്നതാണ്. അതിൻ്റെ വയറ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ട് അത് കഴിക്കും. ഏത് ആന അത് ഡൈജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, വയറുകൾ ജീർണിക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണ് തിന്നുന്നത്. അത് സാൾട്ട് ഉണ്ടാവും. പിന്നെ ഒരു ചടച്ചി എന്ന് പറഞ്ഞിട്ടൊരു മരത്തിൻ്റെ തൊലിയുണ്ട്, അത് മറ്റേ വഴുവഴുപ്പ് കൂടുതലാണ്, ഒരു പശ പോലെയാണ്. അത് തിന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് അത് കാണിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് അത് മരത്തിൻ്റെ തൊലി കുത്തിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടം വരെ അറ്റം വരെ പോകും. പിന്നെ അത് മൊത്തം കഴിക്കുക, വേസ്റ്റ് ആക്കില്ല, മൊത്തം കഴിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു വള്ളിയുണ്ട്, വള്ളിയൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വനത്തിൻ്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു വള്ളി കടന്നു കഴിഞ്ഞാൽ പൊസിഷൻ മാറി നമ്മൾ ആ തെറ്റി അവിടെ തന്നെ വന്നിട്ട് ആ പൊസിഷനിൽ തന്നെ നിൽക്കും. പിന്നെ അത് നമുക്ക് കടക്കാൻ വഴിയില്ല. പിന്നെ നമ്മൾ ആലോചിക്കണം. അത് ദശമാറ്റി വള്ളി എന്നാണ് പറയാറ്. കൊടീൻ്റെ ആ വള്ളിയുടെ പേര് ദശമാറ്റി. ഇനിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.